ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇന്നൊരു ഞായറാഴ്ചത്തെ ദിവസം കണ്ടാലോ. രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ നല്ല മന്തി ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തത്. പക്ഷെ ഇതുണ്ടാക്കി വന്നപ്പോൾ മന്തിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ബിരിയാണിയുടെ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, വേറെ എന്തിൻ്റെയൊക്കെയോ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ അതിന് മന്തി ബിരിയാണി എന്ന് പേരിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചേച്ചി ഞാനും ഏതെങ്കുട്ടനും കൂടി ഒരു ഓട്ടോയും പിടിച്ച് ചേച്ചി റാണിയത്ര വീട്ടിലേക്ക് പോയി, അതായത് എൻ്റെ കസിൻ ചേച്ചിയുടെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള മെയിൻ വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത് കായലാണോ പുഴയാണോ എന്നൊന്നും എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര വൈബാണ് ഗൈസ്. ഭയങ്കര സൈലൻസും നല്ല കാറ്റുമാണ്. അത്ര കടികൾ. പിന്നെയാണെങ്കിൽ അവിടെ നിറച്ചും ഈ ഒരു മഞ്ഞപ്പൂവാണ്. പിള്ളേരാണെങ്കിൽ പറയാതെ തന്നെ എനിക്ക് കുറേ പൂ പറിച്ചു തന്നായിരുന്നു. കിട്ടിയ പൂവെല്ലാം എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണ്ടേ, അതിനായിട്ട് നമ്മൾ സെസ്നേച്ചറുടെ തലയിലേക്കാണ് ഇതങ്ങ് പ്രതിഷ്ഠിച്ച് വെക്കാൻ പോകുന്നത്. നല്ലപോലെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ, ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയല്ലേ ഓരോരോ എൻ്റർടൈൻമെൻറ്റൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ല മുടുക്കിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എമിലും കൂടെ വീണ്ടും ആ ഒരു സ്ഥലത്തിലേക്ക് പോയി. സ്വന്തമായിട്ട് വീണിട്ട് സ്വന്തമായിട്ടിരുന്ന് ചിരിക്കലാണ് എമിലുവിൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ മേത്ത് നിറച്ചും പാടുകളും പുള്ളികളും ഒക്കെ തന്നെയാണ്. കണ്ടില്ലേ ചിരി. കുറച്ചു നേരം അവിടെ ഇരുന്ന് കാറ്റും കൊണ്ട് സന്ധ്യയായപ്പോൾ ഞങ്ങളൊരു ഓട്ടോയും പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് അധികം ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും റോട്ടിൽ എന്തോ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മന്തി ബിരിയാണിയും കുറച്ച് കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.